പുണ്യകരവും പരിപാവനവുമായ ഹജ്ജിന് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല. അവൻ തൻ്റെ മാതാവ് പ്രസവിച്ച ദിവസത്തേക്ക് പോലെ പരിശുദ്ധനായി മടങ്ങുന്നതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, തവാഫിന് ഒതു ഉണ്ടാകണം. നിസ്കാരം പോലെയാണ് തവാഫിന് ഒതു ഉണ്ട്. അപ്പോൾ ഒതു മുറിഞ്ഞു പോയാൽ അവിടെ ഒതു ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടുമാണ്. ഈ അണ്ടർഗ്രൗണ്ടിൽ സെല്ലാറിലൊക്കെ പോയാലേ നിങ്ങൾക്ക് ബാത്റൂം കിട്ടൂ, അല്ലെങ്കിൽ ഹറമിൻ്റെ പുറത്തോട്ട് പോയാലേ കിട്ടും. ശരി, ചില ആളുകൾ സംസം വെള്ളം ഉപയോഗിച്ചുകൊണ്ടൊക്കെ ചിലർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എന്തായാലും ഒതു ഉണ്ടാകണം. അപ്പോൾ നമ്മൾ അത് ഒതു ചെയ്ത് സാധാരണ പള്ളിയിൽ പോകുമ്പോൾ അതിന് തയ്യാറായിരിക്കും സാധാരണ പോവുക. ഒതു മുറിഞ്ഞു പോയാൽ അത് ആളുകൾക്ക് അറിയാത്തൊരു കാര്യം, ചിലപ്പോൾ ശ്രദ്ധിക്കാറില്ല ആ തവാഫ്. കാരണം നമ്മൾ സുന്നത്തായ തവാഫ് ചെയ്യുമ്പോൾ, തതവ്വു ആയിട്ട് തവാഫ് ചെയ്യുമ്പോൾ ആളങ്ങ് പെട്ടെന്ന് ചെയ്യുക, അങ്ങനെയല്ല. ഒതുവോട് കൂടിയാണ് ആ തവാഫ് ചെയ്യേണ്ടത്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി ഹജ്ജിൻ്റെ കർമ്മങ്ങൾ എന്ന് പറയുന്നത്, നമ്മൾ മസ്ജിദുൽ ഹറാമിലാണുള്ളത്. ആദ്യത്തെ ആ കൊടി നടത്തിയിരിക്കുന്ന കാബയുടെ അടുത്താണ് നമ്മൾ. അവിടെ നിന്ന് നമുക്ക് മിനായിൽ പോകണം, മിനായിൽ നിന്ന് അറഫയിൽ പോകണം, അറഫയിൽ നിന്ന് മുസ്തലിഫയിൽ വരണം, മുസ്തലിഫയിൽ നിന്ന് വീണ്ടും മിനയിൽ വരണം. ഇത്രയും കാര്യങ്ങളുണ്ട്. ഒരു സ്ഥലത്തല്ല. മറ്റേ ഉംറ ചെയ്യാനാണെങ്കിൽ നമുക്ക് നേരെ ആ ഹറമിൽ ചെന്ന ഉംറ ചെയ്ത് പൂർത്തിയാക്കാം. ഹജ്ജാവുമ്പോൾ 2-3 സ്ഥലത്തേക്ക് പോകാനുണ്ട്. മനസ്സിലായില്ലേ? അതാണ് എൻ്റെ കാര്യം. അതിൽ ദുൽഹജ്ജ് 8-നാണ് ഹജ്ജ് തുടങ്ങുന്നത്. നമ്മൾ ഉംറ നിർവഹിച്ച് നമ്മളെ റൂമിൽ തഹല്ലുലായിരിക്കുകയാണ്. ദുൽഹജ്ജ് 8 വരെ നമുക്ക് അങ്ങനെ കഴിയാം. നമ്മൾ നേരത്തെ പോകും. നമ്മൾ നേരത്തെ പോയിട്ട് ഒരുപാട് നാൾ കാണും. ചിലപ്പോൾ മദീനയിലേക്ക് പോയിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. എന്നാൽ ദുൽഹജ്ജ് 8-ന് താമസ സ്ഥലത്ത് നിന്ന് ഹജ്ജിൻ്റെ ഇഹ്റാം ചെയ്ത് മിനയിലേക്ക് പോവുക. അതാണ് വേണ്ടത്. നിങ്ങൾ എവിടെയാണോ റൂമിലുള്ളത് അവിടെ നിന്ന് തന്നെ, വേറെ എങ്ങും പോകണ്ട, മീക്കാത്തിൻ്റെ ഇടയ്ക്ക് പോകണ്ട. തമത്തു ആയിട്ട് ഹജ്ജ് ഉംറ നിർവഹിക്കുന്ന ആളുകൾ എന്ത് ചെയ്യുക, താമസ സ്ഥലത്ത് തന്നെ ഇന്ന് ഇഹ്റാമിൽ പ്രവേശിക്കണം. എന്നിട്ട് മിനായിലെത്തിയിട്ട് ചിലപ്പോൾ നേരത്തേക്ക് കൊണ്ടുപോകും, രാത്രി തലേ ദിവസമൊക്കെ കൊണ്ടുപോകും. അത് അവിടുത്തെ ക്രമീകരണം അനുസരിച്ചാണ്. എന്തായാലും 8-നാണ് ശരിക്കും മിനയിലേക്ക് പോകേണ്ട കറക്റ്റ് ദിവസം. അതിന് അവിടെ വെച്ച് ളുഹർ, അസർ, മഗ്രിബ്, ഇശാ, സുബഹി നിസ്കാരങ്ങൾ അതാതിൻ്റെ സമയത്ത് നിസ്കരിക്കണം മിനയിൽ പോയി. പക്ഷേ 4 റക്അത്തുള്ള നിസ്കാരങ്ങൾ കസറാക്കിയാണ് നിസ്കരിക്കാനുള്ളത്. ചില ആളുകൾ ഹജ്ജിനല്ലേ പോയതെന്ന് വിചാരിച്ച് ഫുൾ നിസ്കരിക്കലേ. അങ്ങനെയില്ല. നബിയുടെ സുന്നത്താണ്. നബി 4 റക്അത്തുള്ള നിസ്കാരങ്ങൾ കസറാക്കി അതാത് സമയത്ത് ജമാക്കാൻ പറ്റില്ല. അതാത് സമയങ്ങളിൽ ചുരുക്കി നിസ്കരിക്കണം. അതിപ്പോൾ 8-ന് നമ്മൾ മിനയിലെത്തി. മിനയിൽ അവിടെ നമ്മൾ കഴിയും. ദുൽഹജ്ജ് 9 പിറ്റേ ദിവസം സൂര്യൻ ഉദിച്ച ശേഷം അറഫയിലേക്ക് പോവുക. അതും ചിലപ്പോൾ തെറ്റിക്കും അവിടുത്തെ ക്രമീകരണം അനുസരിച്ച്. 8-ന് രാത്രിയൊക്കെ തന്നെ കൊണ്ടുപോകും. ബസ്സും അറേഞ്ച്മെൻറ്റ്, യാത്രാ സൗകര്യത്തിനാണ്. എന്നാലും ദുൽഹജ്ജ് ശരിയായ രൂപം ദുൽഹജ്ജ് 9-ന് രാവിലെ നിങ്ങൾ അറഫയിലേക്ക് പോവുക. ഉച്ച തിരിയും വരെ കഴിയുമെങ്കിൽ നമറയിൽ നിൽക്കുക. നമറ എന്ന് പറയുന്നത് അറഫയിലുള്ള അതിൻ്റെ തുടക്കത്തിലുള്ളൊരു പള്ളിയാണ്. മസ്ജിദുൻ നബീറ എന്ന് പറയുന്നത് അറഫയിലുള്ള പള്ളിയാണ്. ആ പള്ളിയിൽ നിൽക്കണമെന്നാണ് ശരിക്കും. ഉച്ച കഴിഞ്ഞിട്ടാണ് അറഫയുടെ അതിർത്തിയിലേക്ക് കടക്കേണ്ടത്. ശരിയായ രൂപമാണ്. അവിടെ ളുഹറും അസറും ജമ്മും കസറുമാക്കി നിസ്കരിക്കണം. കാരണം അസറിൻ്റെ സമയത്ത് നിസ്കാരമില്ല, ദുആയാണ്. അതുകൊണ്ട് നേരത്തെ ളുഹറിൻ്റെ സമയത്ത് തന്നെ ളുഹറും അസറും 2 റക്അത്ത് വീതം നിങ്ങൾക്ക് പറ്റുന്ന ജമാഅത്ത് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. അതല്ലെങ്കിൽ ആ പള്ളിയിൽ, നെമ്പറ പള്ളിയിൽ, അത് അടുക്കാൻ പറ്റില്ലെങ്കിലും നെമ്പറ പള്ളിയിൽ നിസ്കാരമുണ്ടെങ്കിൽ അവിടെ പങ്കെടുക്കാം, ചെയ്യുക. എന്നിട്ട് ളുഹറിൻ്റെ സമയത്ത് നമസ്കരിക്കുക. ഉച്ച ചെരിഞ്ഞതിന് ശേഷം അറഫയിൽ നിൽക്കുക. ഉച്ച ചെരിഞ്ഞതിന് ശേഷമാണ് അറഫയിൽ നിൽക്കേണ്ടത്. കിബിലയ്ക്ക് അഭിമുഖമായി നിന്ന് 2 കൈകളും ഉയർത്തി റബ്ബിനോട് ധാരാളമായി പ്രാർത്ഥിക്കുക. ഇതാണ് ഹജ്ജ്. ഇതാണ് ഹജ്ജ്. നമ്മൾ ഇത്രയും ചെയ്ത ഓരോ കാര്യങ്ങളെങ്കിലും ഹജ്ജ് എന്ന് പറയുന്നത് ഈ ഉംറയിൽ അല്ലെങ്കിൽ ഈ യാത്രയിൽ അറഫയിൽ റബ്ബിനോട് നിസ്കാരം പോലും ഇല്ല. കിബിലേക്ക് നേരെ ജബലുർ റഹ്മയിലേക്കല്ല തിരിയുന്നത്. അവിടെ അത് ഒരു സ്തൂപം പോലെ ജബലുർ റഹ്മ എന്നുകൊണ്ട് അങ്ങോട്ടല്ല തിരിയാവുള്ളത്. കിബിലേക്ക് നേരെ തിരിഞ്ഞു വരും. തിരിഞ്ഞാണ് ദുആ ചെയ്യേണ്ടത്. എന്താണ് ചെയ്യുക? ദുആ, ദിക്ർ, പാപമോചനത്തിന് തേട്ടം, ഖുർആൻ പാരായണം, പ്രവാചകന്റെ പേരിൽ സലാത്ത് എല്ലാം അധികരിപ്പിക്കാം. സാധാരണ നമ്മൾ മനസ്സിലാക്കുന്ന ഈ കാര്യങ്ങളെല്ലാം ചെയ്യാം. സൂര്യൻ അസ്തമിച്ചു എന്ന് ഉറപ്പാകും വരെ അറഫയിൽ നിൽക്കണം. സൂര്യൻ അസ്തമിക്കും, മഗ്രിബ് കഴിഞ്ഞതിന് ശേഷമേ അവിടെ നിൽക്കാവൂ. എന്നിട്ട് അവിടെ വർദ്ധിപ്പിക്കാൻ പറ്റിയ പ്രാർത്ഥന ഇത് തന്നെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ എടുത്തു പറഞ്ഞതേ ഉള്ളൂ. എല്ലാ കാര്യവും അതിലുണ്ട്. ഈ ഇഹലോകവും പരലോകവും ചോദിക്കാൻ രണ്ടും ചോദിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. അസ്തമയ ശേഷം മുസ്തലിഫിലേക്ക് പോകണം. അപ്പോഴും മഗ്രിബ് നിസ്കരിക്കേണ്ട. മഗ്രിബ് ഇശായും ഒക്കെ അങ്ങ് പോയി നിസ്കരിച്ചാൽ മതി. ഇവിടെ മുസ്തലിഫയിൽ പോയി നിസ്കരിച്ചാൽ മതി. അതിന് ചില ധൃതി കൂട്ടിനാണ്. നിസ്കാരം ഹജ്ജിന് വന്നതല്ലേ, നിസ്കാര സമയം തെറ്റിക്കേണ്ടത്. അത് പറഞ്ഞ രൂപത്തിൽ ചെയ്യാനാണ് നമ്മളെ കൊണ്ടുപോയിരിക്കുന്നത്. അതേപോലെ ചെയ്യണം. അന്ന് മുസ്തലിഫയിൽ രാത്രി പാർക്കണം.
9-ാം തീയതി മഗ്‌രിബിന് ശേഷം നമ്മൾ അറഫയിൽ നിന്ന് തിരിച്ചിട്ട് മുസ്തലിഫയിൽ എത്തണം. ആ മുസ്തലിഫയിൽ അവിടെ രാത്രി കഴിയണമെന്നാണ്. അത് രാത്രിയുടെ ഏതെങ്കിലും സമയപ്പെടുമെങ്കിലും തിരക്കായതുകൊണ്ട് അതുവഴി കടന്നു പോകുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടാകാം. രാത്രി ചിലപ്പോൾ അതിലേക്ക് കടന്നു പോകാനേ സമയം കിട്ടും. അങ്ങനെയും വന്നേക്കാം. എന്താ ചെയ്യുക? മുസ്തലിഫയിൽ എത്തിയ ശേഷം മഗ്‌രിബും ഇശായും ജമ്മും കസറുമായി നിസ്കരിക്കുക. മഗ്‌രിബ് 3 റക്അത്ത് നിസ്കരിക്കണം. പിന്നെ ഒരു ഇഖാമത്ത് കൊടുത്ത് 2 റക്അത്ത് ഇശായും കൂടെ നിസ്കരിച്ചിട്ട് കിടന്നുറങ്ങുക. വേറെ പണിയൊന്നുമില്ല. പിന്നെ നേരെ സുബഹി എത്തുമ്പോഴേ പണിയുള്ളൂ. മനസ്സിലായില്ലേ? സുബഹി മുതലേ ഉള്ളൂ. അത് പിന്നെ നോക്കാം ഇൻഷാ അല്ലാഹ്. അല്ല, ആളുകൾ ഇങ്ങനെ അറഫയിൽ നിന്നും മുസ്തലിഫിലേക്ക് ഒഴുകുന്ന ഒഴുക്കാണ്. ഖുർആനിൽ അങ്ങനെ പറഞ്ഞ ഒഴുക്കാണ്, ആളുകളുടെ ഒരു ഒഴുക്കാണ്. അറഫയിലുള്ള ഒരു കുന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയാണ് നിന്നത്. ഈ പ്രദേശം മുഴുവൻ അറഫ തന്നെ എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ വലിഞ്ഞ് കയറണമെന്നൊന്നുമില്ല. ചില ആളുകൾ അവിടെ കയറും, ആളുകൾ അവിടെ കയറും, അങ്ങനെയൊന്നുമില്ല. അങ്ങോട്ടത്തില്ല. ആ ജബലുർ റഹ്മയിലേക്കല്ല തിരിയേണ്ടത്, ഖിബിലയിലേക്ക് തിരിഞ്ഞാണ് ദുആ ചെയ്യേണ്ടത്. മനസ്സിലായി? ഏറ്റവും ഉപയോഗപ്പെടുത്തേണ്ട സന്ദർഭമാണ്. അതാണ് ദുആ ചെയ്യുക, പാപം പൊറുപ്പിക്കുക, കരഞ്ഞ് പാപം പൊറുപ്പിക്കുക. ടെൻറ്റുകളൊക്കെ ഉണ്ട് അറഫയിൽ. പണ്ട് ടെൻറ്റില്ലായിരുന്നു, മരങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ടെൻറ്റൊക്കെ ഉണ്ട്. അതോടെ നിങ്ങൾക്ക് ടെൻറ്റിൽ ചെയ്യാം. അറഫയുടെ ബോർഡർ ശ്രദ്ധിക്കണം. അറഫയുടെ വെളിയിലായി പോലും ഹജ്ജ് കിട്ടൂല. അറഫയ്ക്ക് അകത്ത് നിൽക്കണം. അതിന് അവിടെ ഇങ്ങനെ അറഫ NCR ബോർഡ് കാണും പല സ്ഥലത്ത്. ചിലർ തിരക്കിലൊക്കെ പെട്ട് അറഫയുടെ എവിടെയെങ്കിലുമൊക്കെ ആയിപ്പോവും, ഏതെങ്കിലും സ്ഥലത്ത് ആയിപ്പോവും. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് അറഫയ്ക്ക് ഉള്ളിലാണ് എന്ന് ഉറപ്പുവരുത്തണം. അത്രേ പറ്റും. ചിലപ്പോൾ നിങ്ങളുടെ ടെൻറ്റിൽ തന്നെ നിങ്ങൾ എത്തിക്കൊള്ളണമെന്നില്ല. നിങ്ങൾക്ക് നിശ്ചയിച്ച് തന്ന ടെൻഡൻ നമ്പരും ഒക്കെ കാണും. ചിലപ്പോൾ ഇതൊക്കെ ആകെ തിരക്കായി യാത്ര വഴിയിലൊക്കെ കുടുങ്ങി അങ്ങ് എത്തിയപ്പോൾ വരുമായി എവിടെയെങ്കിലുമൊക്കെ ആയിപ്പോൾ അത് സമാധാനമായിട്ട് എന്തായാലും അറഫയ്ക്ക് അകത്ത്. രോഗികളെ പോലും ആ അറഫ ദിവസം ആശുപത്രിയിൽ നിന്ന് നേരെ ഈ സമയം ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരത്തിന് അവിടെ ഒന്ന് കൊണ്ടുപോകും. മതി, അവർക്കും അറഫയായി. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. ഹറാം മുസ്തലിഫയിലെ പള്ളിയാണ് മുസ്തലിഫ. അടുത്ത നമ്മൾ അറഫയിൽ നമ്മൾ പോകുന്ന മുസ്തലിഫ എന്ന് പറയുന്നത് അടുത്തൊരു മലഞ്ചെരുവ് നിന്നും വലിയ മലകളാൽ ചുറ്റപ്പെട്ട പ്രദേശമാണ്. അവിടെ ഈ സ്ഥലത്ത് ഈ സമയത്താണ് ആൾക്കൂട്ടവും ബഹളവും ഉള്ളത്. അവിടെ പോവുക, മസ്ജിദുൽ ഹറാം. അവിടെ പോയിട്ടാണ് ആളുകളെല്ലാം നമസ്കരിക്കുന്നതൊക്കെ. അവിടെയെല്ലാം ബാത്റൂം സൗകര്യങ്ങളൊക്കെ താൽക്കാലികമായി ഉണ്ടാക്കി ഒരുപാട് കാണും. അവിടുത്തെ ക്യൂ നിന്ന് വേണം കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത്. മിനയിലും അത് തന്നെയാണ്. ടെൻറ്റിലും കാര്യങ്ങളൊക്കെ കൊണ്ട് കുറേ ക്ഷമ വേണം. മനസ്സിലായില്ലേ? ഒരുപാട് ആളുകൾ ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതിനൊക്കെ ഉള്ള സൗകര്യം നമ്മൾ അതുമായി പൊരുത്തപ്പെട്ടു വേണം. അങ്ങനെ നമ്മളെ പരീക്ഷിക്കുകയാണ്. നമ്മൾ ത്യാഗം എങ്ങനെ എനിക്കല്ല സുഖമായിട്ട് കഴിയാനല്ല അവിടെ പോകുന്നത്. അതിൻ്റെതായ ബുദ്ധിമുട്ട് കാണും. മുസ്തലിഫയിലെ രാത്രിയാണ്. ഈ മുസ്തലിഫയിൽ പാർക്കുക എന്ന് പറഞ്ഞാൽ ഹജ്ജിന്റെ അമലുകളിൽ പ്രധാനപ്പെട്ടതാണ്. അവിടെ കഴിയണം രാത്രി. ദുൽഹജ്ജ് 10 പിറ്റേ ദിവസം കഴിഞ്ഞ 10-ന് മുസ്തലിഫയിൽ നിന്ന് സുബഹി നമസ്കാരവും സൂര്യോദയം വരെ ദിക്റും ദുആകളും കഴിഞ്ഞ് മിനായിലേക്ക് തിരിക്കണം. അതാണ് മുസ്തലിഫയിൽ രാത്രി നമ്മൾ ദിക്റും ദുആ ചെയ്യേണ്ട. ക്ഷീണിച്ചാണ് വരുന്നത്, നിസ്കരിച്ചുകൊണ്ട് കിടന്നുറങ്ങുക. സുബഹിക്ക് എഴുന്നേറ്റ് ഭയങ്കരമായ അവിടുത്തെ ദുആയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ദുആ ചെയ്ത് ദിക്റൊക്കെ ചൊല്ലി വേണം അവിടെ നിന്ന് നമ്മൾ മിനായിലേക്ക് പോകേണ്ടത്. അവിടെ മിനയിൽ പോയാൽ ഉള്ള കാര്യങ്ങൾ ജംറത്തുൽ അഖബയിൽ കല്ലെറിയണം. 3-ാമത്തെ ജംറ. പെരുന്നാളിൻ്റെ അന്ന് നമ്മൾ ജംറത്തക്കറി 7 കല്ലുകൾ എറിയുക. ഓരോ കല്ലെറിയുമ്പോഴും ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, അള്ളാഹുവിനെ സ്മരിക്കാൻ വേണ്ടിയാണ് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറയുക. മറ്റ് 2 അക്കബകളിലും എറിയേണ്ടതില്ല. അന്ന് പെരുന്നാളിൽ നിന്ന് ഒറ്റ അക്കബയിൽ മാത്രമേ ഉള്ളൂ, ജംറത്തുൽ അഖബയിൽ മാത്രം എറിയുക. എന്നിട്ട് പിന്നെ ബലിയെറുക്കുകയാണ് കർമ്മം അനുഷ്ഠാന രീതിയിൽ. നമ്മളത് ബലിയെറുക്കാനുള്ള ഏർപ്പാട് നേരത്തെ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ഇസ്ലാമിക് ഡെവലപ്മെൻറ്റ് ബാങ്കിൽ പൈസ അടച്ചവരോ അല്ലെങ്കിൽ വേറെ സ്വകാര്യ ഗ്രൂപ്പുകൾ വേറെ ചെയ്യുക. എന്തായാലും പെരുന്നാളിന് മുമ്പ് അറുത്തളയരുത്. ചില സ്വകാര്യ ഗ്രൂപ്പുകൾ നേരത്തെ കാലത്ത് റൂമിൽ ഇറച്ചിയൊക്കെ വെച്ച് അത് അർത്ഥം എന്ന് പറയും. അത് പെരുന്നാളിന് ശേഷമാണ് അറക്കേണ്ടത്. പെരുന്നാൾ മുതലോ അയ്യാമൽ തശ്രീഖിൻ്റെ ദിവസങ്ങളിലാണ് അറക്കേണ്ടത്. ബലിയെറുക്കുക. 3 മുടി കളയുക. അപ്പോൾ തവാഫുൽ ഇഫാദ, ഹജ്ജിൻ്റെ ഒരു തവാഫ് പ്രത്യേകമുണ്ട്. ഉംറയുടെ തവാഫ് അല്ലാതെ ഹജ്ജിൻ്റെ ഒരു തവാഫ് നമ്മൾ മിനയിൽ നിന്ന് മക്കയിൽ പോയി ഒരു തവാഫ് ചെയ്യണം. അപ്പോൾ അത് ഹജ്ജിൻ്റെ അതാണ് ഏറ്റവും തിരക്കുള്ള സമയം. ശരി, അത് ചെയ്യേണ്ട ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് 10-ാം തീയതിയാണ്. നമ്മൾ ദുൽഹജ്ജ് 10-നാണ് ശരി. അത് വേണമെങ്കിൽ അയ്യാമത്ത് ശരീക്കുന്ന ദിവസങ്ങളിലേക്ക് നീട്ടാം. 11, 12 അതുകളിൽ നിങ്ങൾക്ക് നീട്ടി ചെയ്യാം. അതല്ലെങ്കിൽ ആവശ്യത്തിൽ പോവുക, തവാഫിൽ ഹജ്ജിൻ്റെ തവാഫ് നിർവഹിക്കുക. അതിന് സഅയ്യുമുണ്ട്. അല്ലാത്ത സാധാരണ സുന്നത്തായി നമ്മൾ തവാഫ് ചെയ്യുമ്പോൾ സഅയില്ല. അല്ല, നമ്മൾ ഉംറയ്ക്ക് മാത്രമേ തവാഫും സഅയും. പിന്നെ ഹജ്ജിൻ്റെ തവാഫിന് ശേഷം സഅയുണ്ട്. ഈ 5 കർമ്മങ്ങളുടെയും ക്രമം പരസ്പരം മാറ്റുന്നത് കൊണ്ട് വിരോധമില്ല. ഈ ക്രമം മുമ്പോട്ടും പുറകോട്ടും മുടി കളയുന്നതും തവാഫ് ചെയ്യുന്നതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നത് കൊണ്ട് കുഴപ്പമില്ല. കാരണം നമ്മൾ ബലിയെറുക്കുന്നില്ല. ബലിയെറുക്കുന്ന അവിടെ ചെയ്തിട്ടുണ്ടാകുമെന്നാണ് നമ്മൾ കണക്കാക്കുന്നത്, പൈസ അടച്ചതുകൊണ്ട്. അതല്ല, അവിടെ ജുമ്മൂമിലോ മക്കയുടെ പരിസരത്ത് മിനായിലോ എവിടെയെങ്കിലുമൊക്കെ മൃഗത്തിനെ വാങ്ങിച്ചറക്കണമെങ്കിൽ അറക്കാം, സൗകര്യം ചെയ്യാം. സ്ഥലമൊക്കെ പോയി കണ്ടാൽ അറിയാം. പക്ഷേ ചെയ്ത് കഴിഞ്ഞാൽ ആ മാംസം അത് ഇട്ടേ പോകാൻ പോകരുത്. അത് ഉപയോഗപ്പെടുത്തണം. ഭക്ഷിക്കുകയോ ആർക്കെങ്കിലും കൊടുക്കാനുള്ള സംവിധാനം ഇല്ല എങ്കിൽ ചെയ്യാൻ പോകരുത്. കാരണം അവിടെ ഒരുപാട് ആയിപ്പോയി. നമുക്ക് ഇവിടെ തന്നെ പുതിയാക്കി അറിഞ്ഞാൽ തന്നെ എല്ലാവരെയും പിടിച്ച് നിറയാൻ. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് അതുപോലെ അവിടെ ഇട്ട്
വിട്ടുപോകാത്തത്. അതുകൊണ്ട് ആരെങ്കിലും ഏൽപ്പിക്കുന്നതായിരിക്കും നല്ലത്. ആ കാര്യം അനുഭവപ്പെടുന്നത് കൊണ്ടോ മറ്റോ തവാഫും സഅയും തൊട്ടടുത്ത ദിവസങ്ങളിൽ ചെയ്താലും മതിയാകും. മുടി കളയുകയും ബലിയെറുക്കുകയും ചെയ്താൽ ഇഹ്റാമിൽ വസ്ത്രം മാറി സാധാരണ വശം ധരിക്കാം. പൂർണ്ണമായ തഹല്ലുലാവില്ല, ഒരു ഭാഗികമായ തഹല്ലുലാവും. അപ്പം വസ്ത്രം മാറ്റാം, ചെയ്യുകയും ചെയ്യാം. അതിൽ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ. പിന്നെ ഇതിനെ ചെറിയ തഹല്ലുൽ എന്നാണ് പറയുന്നത്. ഇഹ്റാമിൽ നിഷിദ്ധമായ കാര്യങ്ങളിൽ ഭാര്യാഭർത്തൃബന്ധം ഒഴികെ ബാക്കിയെല്ലാം ഇതോടെ അനുവദനീയമാകും. രാത്രി മിനയിലേക്ക് മടങ്ങുകയും മിനയിൽ പാർക്കുകയും വേണം. അതാണ് പ്രധാനം. ഈ 10-ാം തീയതി നമ്മൾ ഹജ്ജിന്റെ തവാഫിന് വേണ്ടി മക്കയിൽ വന്നാൽ അന്ന് മടങ്ങി രാത്രി വീണ്ടും മിനയിൽ എത്തണം. തിരിഞ്ഞു പോകാതിരുന്നുള്ള മിനയിൽ രാത്രി കഴിയണം എന്നുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ വന്നാൽ മക്കയിൽ വന്നാലും തിരിച്ചു പോകണം. ഒരു 6-7 കിലോമീറ്ററിന്റെ ദൂരമുള്ള സ്ഥലമാണ്. ചിലർക്ക് നടന്നു പോകുന്നവരോ വാഹനം. അപ്പോൾ അതിന് അവിടുത്തെ ഒരു ക്രമീകരണം നിങ്ങൾ ഉണ്ടാക്കിക്കൊള്ളൂ. എന്തായാലും ശരി. പഴയ ജംറ ഒരു സ്തൂപമായിരുന്നു, ഒരു കല്ല് പോലെ ഒരു തൂണായിരുന്നു. ഇപ്പോൾ വലിയ ചുവര് പോലെ കെട്ടിയിട്ട് വലിയ സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ജംറയിലെ ഏറിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അത് വലിയ പ്രോജക്റ്റ് ഇതാണ്. എൻ്റെ പ്രോജക്റ്റ് ഇപ്പോൾ പുതുതായി കെട്ടിയത് ഓരോരോ രാജ്യക്കാർക്ക് ഓരോ പ്രദേശത്തൂടെ വന്ന് കടന്നു പോകത്തക്ക രീതിയിൽ സംവിധാനം ചെയ്തിട്ടുണ്ട്. അത് അങ്ങനെ ഇരിക്കുക, ചുവരായിട്ടിരിക്കും, ഒരു വലിയ ചുവരാണ്. അപ്പോൾ അതിൽ കൊല്ലണമെന്നൊന്നുമില്ല, അതിനകത്തോട്ട് വീണാൽ മതി. ചിലർ എറിഞ്ഞാൽ കൊണ്ടില്ലെങ്കിൽ അന്ന് മനസ്സിലായി. എത്രയും എന്തായാലും കൊള്ളും, മനസ്സിലായി. അല്ല, ഇങ്ങനൊരു കുഴിയുണ്ട്, ആ കുഴിയിൽ കല്ല് വീണോളൂ. ഇത് മിനയിൽ ആളുകൾ ഇങ്ങനെ ഈ വഴിയിൽ കൂടെയൊക്കെ പോകും. ടെൻറ്റുകളും ഇതിനിടയിൽ കൂടെ ഈ 3 ദിവസം നമ്മൾ മിനയിലാണുള്ളത്. അവിടെയാണ് നമ്മളെ താമസ സ്ഥലം. കല്ലുകൾ കാരണം നമ്മൾ അറിയാൻ 7 കല്ലുകൾ. ചെരുപ്പ് വലിയ കല്ലുകളൊന്നും കൊണ്ടൊന്നും അറിയേണ്ട ആൾക്കാർ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ജംറയിൽ എറിയുമ്പോൾ ജംറത്തുൽ അഖബയ്ക്ക് എറിഞ്ഞതിന് ശേഷം ദ്വായൊന്നുമില്ല, എറിഞ്ഞിട്ടൊക്കെ പോയാൽ മതി. പിറ്റേ ദിവസങ്ങളിൽ 2-3 ദിവസങ്ങളിൽ പിന്നെ നമുക്ക് എറിവുണ്ട്. ആ എറിൽ ജംറത്തു സൂറ, ജംറത്തുൽ ഊല എന്ന് പറഞ്ഞതിലും ജംറത്തുൽ ഉസ്ത എന്ന് പറഞ്ഞ 2-ാമത്തെയും ജംറയിൽ എറിഞ്ഞു കഴിഞ്ഞാൽ കിബിലേക്ക് അഭിമുഖമായി നിന്ന് ദ്വാ ചെയ്യണമെന്നാണ്. ദ്വായ്ക്ക് ഉത്തരം കിട്ടുന്ന സന്ദർഭങ്ങളിൽ പെട്ട ഒന്നാണ്, ദ്വാ ചെയ്യണമെന്നാണ്. അപ്പോൾ 10-ന് നമ്മൾ ജംറത്തുൽ അഖബയിൽ മാത്രം എറിഞ്ഞു. 11-ന് സൂര്യൻ മധ്യാത്തിൽ നിന്ന് തെറ്റിയാൽ ഉച്ച തിരിഞ്ഞേ ഉള്ളൂ. മറ്റേത് ഉച്ചയ്ക്ക് മുമ്പാണ് ചെയ്തത്. നമ്മൾ മുസ്തലിഫയിൽ നിന്ന് മിനയിൽ വന്ന് നമ്മൾ ജംറത്തുൽ അഖബയിൽ എറിഞ്ഞിട്ട് നമ്മൾ ടെൻറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ 11-ന് ഉച്ച തിരിഞ്ഞതിന് ശേഷം ജംറത്തുൽ ഊല, ഉസ്ത അല്ലെങ്കിൽ കുബറ എന്നൊക്കെ പറയും, അഖബ എന്നൊക്കെ പറയും. ഈ 3 ജംറകളിലും 7 കല്ലുകൾ വീതം ഓരോന്നായി തക്ബീർ ചൊല്ലിക്കൊണ്ടിരിക്കുക. ശരി, 7 ഈ 21 കല്ല് വേണം ഒരു ദിവസം അറിയാൻ. അത് ജംറത്തുൽ ഊലയിലും ഉസ്തയിലും ഏറിന് ശേഷം പ്രാർത്ഥിക്കൽ സുന്നത്താണ്. എന്നാൽ കുബറയിൽ പ്രാർത്ഥനയില്ല. അഖബ അവസാനത്തതിന് ശേഷം പ്രാർത്ഥനയില്ല. പ്രവാചക ചര്യയിൽ നിൽക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ അതുമല്ലേ പ്രാർത്ഥിച്ചൂടെ എന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പാഠം നബി എങ്ങനെ ചെയ്തോ അത് മതി. 2 ജംറകളിൽ മാത്രമേ ദ്വാ ചെയ്യാൻ പറഞ്ഞുള്ളൂ. അതും ആ സ്തൂപത്തിന് നേരെ തിരിഞ്ഞെന്നല്ല, കിബിലേക്ക് നേരെ തിരിഞ്ഞുകൊണ്ടാണ് ദ്വാ ചെയ്യേണ്ടത്. ദുൽഹജ്ജ് 12 സൂര്യൻ മധ്യത്തിൽ തെറ്റിയാൽ ഉച്ച തിരിഞ്ഞതിന് ശേഷം ദുഹർ നമസ്കാരിക്കും മുമ്പായി, അതാണ് ഉത്തമം. താമസിച്ചു യഥാക്രമം ജംറത്തുൽ ഊല, ഉസ്ത, കുബറ എന്നീ 3 ജംറകളിൽ 7 വീതം കല്ലുകൾ എറിയണം. അതും ഓരോന്നും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞറിയുക, വേറെ ഒരു ജോലിയുമില്ല. അതിനുശേഷം കഴിഞ്ഞ ദിവസം ചെയ്തതുപോലെ തന്നെ ജംറത്തുൽ ഊല, ഉസ്ത ആ 2 ജംറകൾക്ക് ശേഷം എറിഞ്ഞതിന് ശേഷം കിബിലേക്ക് അഭിമുഖമായി എന്ന് ദ്വാ ചെയ്യുകയും ചെയ്യാം. എന്നിട്ട് ഈ ദിവസങ്ങളെല്ലാം മിനയിൽ പാർക്കണം. 7 ഏറെ കഴിഞ്ഞ് മിന വിടാൻ ഉദ്ദേശിക്കുന്നവർ ദിവസം സൂര്യൻ അസ്തമിക്ക് മുമ്പായി മിന വിട്ടു പോകണം. അതായത് 2 ദിവസം എറിഞ്ഞിട്ട് വേണമെങ്കിൽ പോകാം. 13-ന് നിൽക്കണമെന്നില്ല, 12-ന്. പക്ഷേ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് മിന വിട്ടു പോക്കോളാം. അല്ല, സൂര്യൻ അസ്തമിച്ചു പോയാൽ പിന്നെ അന്നും കൂടെ അവിടെ രാത്രി കഴിഞ്ഞു. അതാണ് അതിൻ്റെ കാര്യം. ദുൽഹജ്ജ് 13 ലാസ്റ്റ് ദിവസം നമ്മൾ ഹജ്ജിൻ്റെ അനുഷ്ഠാനങ്ങളിൽ ലാസ്റ്റ് ദിവസം സൂര്യൻ മധ്യത്തിൽ തെറ്റിയാൽ ഉച്ച തിരിഞ്ഞ് വീണ്ടും അന്നും ഏറുണ്ട്. ഏറ്റവും ശ്രേഷ്ഠമായ രൂപം ഈ 3 ദിവസവും എറിയേണ്ടത് തന്നെയാണ്. അതല്ല 2 ദിവസം എറിഞ്ഞിട്ട് വേണമെങ്കിൽ പോകാം എന്നുള്ളതാണ്. അപ്പോൾ അത് ചെയ്യുക. അന്നും ഇതുപോലെ ഏറെ നടത്തുക. ആദ്യത്തെ 2 ജംറകൾക്ക്, ആദ്യത്തെ ജംറ എന്ന് പറയുന്നത് മിനയോട് ചേർന്ന, മറ്റേ ജംറത്തുൽ അഖബ എന്ന് പറയുന്നത് മക്കയോട് ചേർന്ന് വരുന്ന ആണ്. അപ്പോൾ അതിൽ 3-ാമത്തതിന് ശേഷം ദ്വാ ഇല്ല, 2 ജംറകൾക്ക് ശേഷം ദ്വാ. എന്നിട്ട് അന്നും മിനായിൽ പാർക്കുക. ഈ ഏറെ കഴിഞ്ഞാൽ മിനായിൽ നിന്ന് മക്കയിലേക്ക് തിരിക്കുക. ഏറെ കഴിഞ്ഞാൽ അവിടെ നിന്ന് നേരെ ഹറമിലേക്ക് പോകും. എന്നിട്ട് അവസാനമായി അപ്പോൾ ഹജ്ജിൻ്റെ അമലുകളെല്ലാം ഏകദേശം ഇതിനിടയിൽ ഹജ്ജിൻ്റെ തവാഫ് ചെയ്തിരിക്കണം. അതല്ലെങ്കിൽ പിന്നെ പോയി ചെയ്യേണ്ടി വരും. ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഹജ്ജിൻ്റെ കർമ്മം പൂർത്തിയാകുകയാണ്. അവസാനമായി മക്ക വിടാൻ ഉദ്ദേശിക്കുന്നവർ വിദാഇൻ്റെ വിടവാങ്ങൽ തവാഫ് ചെയ്യണം. വിദാഇൻ്റെ തവാഫ് എന്നൊരു തവാഫ് ചെയ്യണം. അത് മക്കയിലുള്ള ഏറ്റവും അവസാനത്തെ കർമ്മം. നിസ്കാരം കഴിഞ്ഞ് ഓറാസറൊക്കെ നിസ്കരിച്ച് നിങ്ങൾ എയർപോർട്ടിലേക്ക് പോകാനോ അല്ലെങ്കിൽ മറ്റു സ്ഥലത്തേക്ക് അവിടെ വിട്ടു പോകുന്നതിന് മുമ്പ് അവസാനത്തെ കർമ്മമായി വിദാഇൻ്റെ ഒരു തവാഫ് ചെയ്യണം. 7 പ്രാവശ്യം തവാഫ് ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ. ആർത്തവകാരി, പ്രസവരക്തമുള്ളവർ, ഇവർക്ക് അല്ലാത്തവരെല്ലാം തവാഫ് ഒഴിവാക്കിയാൽ പ്രായശ്ചിത്തമായി മൃഗബലി എടുക്കുന്നതാണ്. അവർക്ക് വേണ്ട. സ്ത്രീകൾക്ക് അങ്ങനെ ഒരു അസൗകര്യം ഉണ്ടായാൽ അവരത് ചെയ്യണമെന്നില്ല. അല്ലാത്തവർ അതിനെ പ്രായശ്ചിത്തമായി ബലിയെടുക്കണം എന്നാണ്.
ഹജ്ജിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത് ഇഹ്റാം വേണം, മറ്റൊന്ന് അറഫയിൽ നിൽക്കണം, തവാഫുൽ ഇഫാദ വേണം, സഫാ മർവക്കിടയിലുള്ള സഅയ്, ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കിയാൽ ഹജ്ജ് ശരിയാവില്ല. ഈ പറഞ്ഞ 4 കാര്യങ്ങൾ ചെയ്തിരിക്കണം, ഒഴിവാക്കിയാൽ ശരിയാവുകയില്ല. ഇനി വാജിബാത്തുകൾ എന്ന് പറയുന്ന കാര്യങ്ങൾ അത് ഒഴിവാക്കിയാൽ അതിന് പ്രായശ്ചിത്തം ചെയ്താൽ മതി. അത് ഇഹ്റാം മീഖാത്ത് നിന്നാവുക, അങ്ങനെ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അതിന് പ്രായശ്ചിത്തം കൊടുക്കേണ്ടി വരും, ബലി നടത്തേണ്ടി വരും. അതിൽ രാത്രി വരെ അറഫയിൽ നിൽക്കുക, അതും വാജിബാത്തിൽപ്പെട്ടതാണ്. അതിനെന്തെങ്കിലും ലംഘനം വന്നാൽ അതിനും പ്രായശ്ചിത്തം ചെയ്യാൻ പറ്റും. അതിൽ മുസ്തലിഫയിൽ പാർക്കുക, ചില ആളുകൾക്കെങ്കിലും പറ്റാതെ പോകാറുണ്ട്. ചിലപ്പോൾ പാർക്കാൻ പറ്റാത്ത രീതിയിൽ അവിടുത്തെ തിരക്കോ കാര്യമോ കൊണ്ട് അവർക്ക് അതിന് പരിഹാരം അയ്യാമത്ത് ശരിക്കുന്ന നാളുകളിൽ മിനായിൽ പാർക്കുക. അയ്യാമത്ത് ശരിക്ക് ദുൽഹജ്ജ് 11, 12, 13 ദിവസങ്ങളിൽ മിനായിൽ താമസിക്കണം. അത് വാജിബാത്തിൽപ്പെട്ടാണ്. അടുത്ത ജംറകളിൽ കല്ലെറിയുക നിർബന്ധമല്ല, വാജിബാത്തിൽപ്പെട്ടതാണ്. എറിയണം, എറിഞ്ഞില്ലെങ്കിൽ അടുത്ത വിദാഇന്റെ തവാഫ്, വിടവാങ്ങൽ തവാഫ് ചെയ്യുക, അത് മുടി കളയുകയോ വെട്ടുകയോ ചെയ്യുക. അപ്പോൾ ഹജ്ജിന് ശേഷവും സഅയ്ക്ക് ശേഷം അല്ലെങ്കിൽ അതിന് മുമ്പോ സാധാരണ നമ്മൾ ഏറെ നടത്തിയിട്ട് വേണമെങ്കിൽ മുടി എടുക്കാം. നേരത്തെ തവാഫ് തന്നെ ചെയ്യണമെന്നില്ല, നേരത്തെ എന്തായാലും ആ മുടി എടുക്കലും ഇതിൽപ്പെട്ട ഒന്നാണ്. ഇതാണ്. ഇവയിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കിയാൽ പ്രായശ്ചിത്തം ചെയ്യേണ്ടതാണ്. മൃഗത്തെ അറുത്ത് ഹറമിലുള്ള പാവങ്ങൾക്ക് വിതരണം ചെയ്യേണ്ടതാണ്. അതിൽ നിന്ന് അയാൾ ഒന്നും ഭക്ഷിക്കാൻ പാടില്ല. അല്ലാത്ത ബലി നടത്തുന്നതാണെങ്കിൽ ഭക്ഷിക്കാം. പക്ഷേ നമ്മൾ തമത്തു ആയിട്ട് ഹജ്ജ് ഉംറയും നിർവഹിക്കുന്ന ആളുകൾ ഒരു ബലിമൃഗത്തിനെ ഒരു മൃഗം ഇറക്കണം, അത് നമുക്ക് ഭക്ഷിക്കാം. നേരെ മറിച്ച് പ്രായശ്ചിത്തമായി ഫിദിയായി നമ്മൾ നൽകുന്നത് അത് ഭക്ഷിക്കാൻ പാടില്ല എന്നാണ് നിയമം. ഹജ്ജിന്റെ ദിനങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കൽ, ദുആ, പാപമോചനം തേടൽ, ഖുർആൻ പാരായണം മുതലായവ ധന്യമാക്കുക. തർക്കങ്ങളും ബഹളങ്ങളും പാഴ് വർത്തമാനങ്ങളും അപ്സഭ്യങ്ങളും വർജിക്കുക. ഖുർആന്റെ താല്പര്യം നമ്മൾ ഈ കൂടിച്ചേർന്നൊക്കെ കഴിയാണ്. റൂമിൽ പല രാജ്യക്കാരും പല സ്ഥലത്തുകാരും മലപ്പുറത്തുകാരും കോഴിക്കോടുകാരൊക്കെ കാണും. ഭയങ്കരമായ സംസാരവും ചിലർ സംസാരവും ബഹളവും പാഴ് വർത്തമാനങ്ങൾ ചുമ്മാ ഇരുന്നുണ്ടെങ്കിലേക്ക് നാട്ടിൽ പോലെ പറയുക. ചിലപ്പോൾ അസഭ്യങ്ങളാണ്. വരക്കാൻ ലിഫ്റ്റിലൊക്കെ വഴക്കിടക്കും. ലിഫ്റ്റിൽ കയറാൻ 10 നിലയൊക്കെ കയറാറുണ്ട്. ഞാൻ കാരണം ഇവിടെ തള്ളിഞ്ഞിരിക്കും, ആദ്യം വലിയ വഴക്കം വെക്കണം. അപ്പോൾ അതുകൊണ്ട് അതൊന്നും പാടില്ല എന്നുള്ളത്, നല്ല ശാന്തമായി സുഖമായി പോകാനുള്ളത്. അവസാനം മക്കയിൽ നിന്ന് പുറത്തു പോകാൻ ഉദ്ദേശിച്ചാൽ കഅബയെ 7 പ്രാവശ്യം തവാഫ് ചെയ്ത് തവാഫുൽ വിദാ ശേഷമേ വിദാവിന് ശേഷമേ പോകാവൂ. സ്വീകാര്യമായ രീതിയിൽ ഹജ്ജ് നിർവഹിച്ച് സ്വർഗത്തിന് അർഹരാകുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. സുഹൃത്തുക്കളുടെ പ്രാർത്ഥനയിൽ ഇത് ക്രോഡീകരിച്ച് നിങ്ങളുടെ കൂടുതൽ എത്തിച്ചേരുന്നതിന് മുഴുവൻ പേർക്കും പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്ന പുണ്യഭൂമിയിൽ നിന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുക. എനിക്കും, നിങ്ങൾ പോകുന്ന ആളുകൾ, എനിക്കും അതുപോലെ നമ്മൾ ഒത്തുകൂടി ഇതിന് സൗകര്യം ചെയ്ത എല്ലാ ആളുകളെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഉൾപ്പെടുത്തുക. ആ പാപങ്ങൾ അള്ളാഹു ഇതിന് തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരുമാറാകട്ടെ. ഹജ്ജിന്റെ പ്രതിഫലം ഒന്നുകൂടെ പറഞ്ഞാലും പുണ്യകരവും പരിപാവനവുമായ ഹജ്ജിന് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല. അവൻ തന്റെ മാതാവ് പ്രസവിച്ച ദിവസത്തേക്ക് പോലെ പരിശുദ്ധനായി മടങ്ങുന്നതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, സ്വർഗത്തിൽ നമുക്കെല്ലാം ഇടം നൽകി നമ്മെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ.